ആർക്കും എവിടെ നിന്നും കുത്താവുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ UDF എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അൻവറിന്റെ കേസ് തന്നെ എടുത്താൽ CPM അല്ലെങ്കിൽ LDF ഉണ്ടായിരുന്ന സമയത്തും അതിൽ നിന്നും പിരിഞ്ഞു പോകുന്ന സമയത്തും ഈ UDF കയറണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പോലും UDF ഉന്നത നേതാക്കന്മാരെയും മറ്റും വളരെയധികം വിമർശനമായ പ്രസ്താവനകളുമായിട്ടാണ് അൻവർ രംഗത്ത് വരുന്നത്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഒരുപോലെ UDF എതിർത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അൻവർ മാറിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് UDF കയറണം എന്നുള്ളൊരു ഇപ്പം ഏത് രീതിയിൽ നോക്കിയാലും ഏതൊരാൾക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് UDF മാറിയ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അല്ല, UDF അങ്ങനെ മാറിയ അവസ്ഥയിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. ഇതേ കൂട്ടുള്ള നേതാക്കന്മാർ ഇപ്പം അൻവറിന്റെ കേസ് തന്നെ എടുക്കാം. അൻവർ LDF നിന്നപ്പോൾ എങ്ങനെയാണോ UDF കടന്നാക്രമിച്ചുകൊണ്ടിരുന്നത്, അപ്പം അതേപോലെ തന്നെയാണ് അൻവർ ഇപ്പുറത്ത് LDF നിന്ന് UDF വരുമ്പോഴും UDF ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം LDF നിന്നപ്പോൾ VD സതീശനെതിരെ 250 കോടിയുടെയൊക്കെ ആരോപണവും വലിയ രീതിയിലുള്ള വിവാദ പരാമർശങ്ങളും നടത്തിയ അൻവർ LDF നിന്നും വന്ന് UDF വരുമ്പോൾ വീണ്ടും ഇതിനകത്തുള്ള നേതാക്കന്മാരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടന്നാക്രമിക്കാൻ ആരാണ് PV അൻവർ? തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവല്ലേ, അല്ലാതെ UDF വന്നിട്ടൊന്നുമില്ലല്ലോ. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യയിൽ എങ്ങും ഒരു ഘടകകക്ഷിയുമായിട്ടില്ല കോൺഗ്രസിന്റെ. ഇപ്പം മമതാ ബാനർജിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മമതാ ബാനർജി ഒരു ഘടകകക്ഷിയിലും പോകാൻ തയ്യാറാകാത്ത ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലുള്ള ഒരാൾ LDF നിന്നും UDF കടക്കാൻ വേണ്ടി എന്നെ സ്വീകരിക്കൂ എന്ന് എല്ലാ നേതാക്കന്മാരുടെയും കാലിൽ പോയി ഓച്ചാണിച്ച് വീഴുന്നത് കൂടാതെ ഓരോ നേതാക്കന്മാരെ തള്ളി പറയുകയാണ്. ഈ പറഞ്ഞതുപോലെ ഓച്ചാനിച്ച് വീഴുക എന്നതിലുപരി ഈ PV അൻവർ ചെയ്യുന്നത് ഭീഷണിയുടെ സ്വരത്തിലൂടെയാണ്. എന്നിതിലേക്ക് എടുത്തേ തീരൂ എന്നുള്ളൊരു ആജ്ഞ പോലെയാണ് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. അതെ, കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഒരു പാർട്ടിയിലേക്ക് വരുമ്പോ എന്താണെങ്കിലും അവിടുത്തെ സീനിയർ നേതാക്കന്മാരായിരിക്കും ആ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ആ പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാർ തന്നെ എടുത്തില്ല എന്ന് പറഞ്ഞ് അവരെ പൂർണ്ണമായിട്ട് ആക്രമിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അതിന് PV അൻവറിന് എന്ത് അധികാരമാണുള്ളത്? കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും ഇതേ കൂട്ടുള്ള ആളുകൾ വരുമ്പോൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കടുത്ത ജനാധിപത്യം, അതായത് ഓവർ ജനാധിപത്യമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരു കേഡർ സിസ്റ്റമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടിയിലില്ല. ആര് വന്നാലും സ്വീകരിക്കും, ആര് പോയാലും പോയി, അത്രയേ ഉള്ളൂ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. പക്ഷേ ഇതേപോലുള്ള ആളുകൾ ഇപ്പൊ ഇതിനു മുമ്പിട്ട് നമ്മൾ ഇനി അൻവറിന്റെ ഗതി വരാൻ പോകുന്നത് PC ജോർജിന്റെ ഒരു ഗതിയായിരിക്കും ഇനി അൻവറിന് വരാൻ പോകുന്നത്. കാരണം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അകത്തുള്ള ആളുകൾക്ക് തന്നെ ഭയങ്കര അതൃപ്തിയാവും. അപ്പം കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട ആളുകൾക്ക് വരെ ഈ കാര്യത്തിൽ അതൃപ്തിയാണ്. കാരണം എന്താണ്, ആരുമല്ലാത്ത അൻവർ വന്നിട്ട് കോൺഗ്രസിനെ കടന്ന് കുറ്റം പറയുകയാണ്. എന്നിട്ട് ഓരോ ദിവസവും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എല്ലാ വിധത്തിലും എങ്ങനെയെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവാതെ ശക്തമായിട്ട് മുന്നേറി പോകാനാണ് ഏത് പാർട്ടിയാണെങ്കിലും ശ്രമിക്കുന്നത്. ആ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അൻവറിനെ പോലെ ഒരാൾ വന്ന് കോലിട്ടിളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കയറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പം തോപ്പിക്കും. അപ്പൊ അൻവറിനെ സംബന്ധിച്ച് നിലമ്പൂർ എന്ന മണ്ഡലത്തില് അദ്ദേഹം MLA ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറേ ബന്ധങ്ങളുണ്ട്. പക്ഷെ ആ ബന്ധങ്ങൾ കൊണ്ടൊന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കുവാനോ അതിനെ ചലിപ്പിക്കുവാനോ ഒന്നും അൻവറിന് കഴിയില്ല. അതിനുള്ള അധികാരങ്ങളോ ഒന്നും അൻവർ ഇല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും. അതെ, അൻവർ പഴയൊരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് അതേ രീതിയിൽ എടുക്കണമെന്നുണ്ടോ? അൻവർ കഴിഞ്ഞ പ്രാവശ്യം LDF നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹം LDF നിന്നും രാജിവെച്ച് പോരുമ്പോൾ UDF ചേരണം കിടന്ന് മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം ആലോചിക്കണം. തൃണമൂൽ കോൺഗ്രസ് മുതൽ പറയുന്ന ഒരു പാർട്ടിയിൽ നിന്നിട്ട് UDF നേതാക്കന്മാരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്നെ എടുക്കുന്നില്ല, ഇവരെന്നെ മാറ്റി നിർത്തുന്നു, ഇവരെന്നെ ആരാണ്? അവരുടെ പാർട്ടിയാണത്. അവരുടെ പാർട്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ പോയി അവരുടെ ഓരോ നേതാക്കന്മാരുടെയും കാല് പിടിച്ച് കരഞ്ഞ് എന്നെ ഈ പാർട്ടിയിൽ എടുക്കണം, എന്നെ ഒരു ഘടകകക്ഷിയായിട്ട് പരിഗണിക്കണം, ആ രീതിയിൽ നിൽക്കുന്ന അൻവർ പിന്നീട് എന്താണ് ചെയ്യുന്നത്? എടുക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടിയിലെ ഉന്നതിയിൽ നിൽക്കുന്ന പല ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് VD സതീശനാണ്. VD സതീശൻ കാരണമാണ് എന്നെ പാർട്ടിയിൽ എടുക്കാത്തത്, VD സതീശന്റെ ഒറ്റ തീരുമാനമാണ് എന്നെ പാർട്ടിയിൽ എടുക്കാത്തത് എന്ന് പറഞ്ഞ് മുറവില് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് PV അൻവർ. എന്നിട്ടോ ഭീഷണിയാണ്, ഒറ്റയ്ക്ക് മത്സരിക്കും, എന്നെ എടുത്തോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക, എന്നെ എടുത്തോ, അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് വലികൾ നടക്കുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അൻവർ LDF സംസാരിച്ചിട്ടുണ്ടാക്കാം, UDF സംസാരിച്ചിട്ടുണ്ടാക്കാം. ഈ ധാരണകളൊന്നും ശരിയാക്കാതെ കൊണ്ടായിരിക്കാം അദ്ദേഹം വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പണ്ട് ഇതേ കൂട്ട് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു PC ജോർജ്. PC ജോർജിന്റെ അവസ്ഥ ഇപ്പം നമുക്കറിയാം. BJP പോയിട്ട് വായൊന്ന് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാ തുറന്നു കഴിഞ്ഞാൽ അവർ ചവിട്ടി പുറത്താക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവിടെ ഒതുങ്ങിക്കൂടി കഴിയേണ്ട ഒരവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിന് ഈ ഒരു ഗതിയായിരിക്കും വരാൻ പോകുന്നത്. ഇനി അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടൊരു നിലനിൽപ്പില്ല. ഒന്നെങ്കിൽ LDF അല്ലെങ്കിൽ UDF. ഇനി അദ്ദേഹം അതും കഴിഞ്ഞ് BJPയിലേക്ക് പോയി കഴിഞ്ഞാലോ, BJPയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്ന സെക്യുലറിസത്തിനോ മറ്റൊരു കാര്യത്തിനോ കാര്യങ്ങളില്ല. പിന്നുള്ളത് അധികാരമോഹമാണ്. അധികാരമോഹമായിട്ട് BJP പോയി കഴിഞ്ഞാലും അവിടെ PC ജോർജിനെ പോലെ വായടച്ച് മിണ്ടാതെ പൂച്ചക്കുട്ടിയെ പോലെ മൂലക്കിരിക്കേണ്ടി വരും. പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള നല്ലൊരു മത്സരം നടക്കാൻ പോവുകയാണ്. വിജയമാരാണെന്ന് നമുക്ക് എന്തായാലും വഴിയെ മനസ്സിലാവും. ഇപ്പം സ്വരാജ് മത്സരിക്കുന്നുണ്ട്, ഷൗക്കത്ത് മത്സരിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല സ്ഥാനാർത്ഥികളാണ്. സ്വരാജിനെ സംബന്ധിച്ച് സ്വരാജ് ആ ഒരു സ്ഥലത്ത് തന്നെയുള്ള ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങൾ അവിടെയുണ്ട്. ഷൗക്കത്ത് ആണെങ്കിൽ പോലും അവിടെ നല്ലൊരു ബന്ധമുള്ള നല്ലൊരു മുഖമാണ്. അപ്പം CPM-നെ സംബന്ധിച്ച് CPM ഒരുപാട് ലേറ്റായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യമേ ഒരു സ്വരാജിനെ അപ്രോച്ച് ചെയ്തെങ്കിലും സ്വരാജ് ഒന്ന് വലിഞ്ഞു നിന്നൊരു സ്വഭാവമായിരുന്നു. കാരണം ഒരു തോൽവി ഭയം എന്നുള്ള രീതിയിലാണ് LDF ആദ്യ സമയത്ത് തന്നെ മുന്നോട്ട് പോയത് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. സ്വരാജ് മത്സരിക്കുന്നില്ല, ആരും തയ്യാറാകുന്നില്ല. തോൽക്കാൻ വേണ്ടി ഞങ്ങൾ എന്തിനു മത്സരിക്കണം എന്ന് BJP പറഞ്ഞതുപോലെ തന്നെ CPM-ഉം പറയുന്നൊരു അവസ്ഥയിലേക്ക് പോയി. അവസാനം നിക്കക്കളി ഇല്ലാതെ വേറൊരു മുഖമില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ സ്വരാജിനെ അവസാന നിമിഷം CPM-നെ സംബന്ധിച്ചറിയാലോ, കേഡർ പാർട്ടിയാണ്. പിണറായി സഖാവ് എന്ത് പറയുന്നു അതായിരിക്കും അവസാനത്തെ വാക്ക്. പിണറായി സഖാവ് സ്വരാജിനോട് നിൽക്കാൻ പറഞ്ഞു. ഇനി നിന്നില്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ല എന്നുള്ള ഒറ്റ തോന്നൽ സ്വരാജ് ഞാൻ മത്സരിച്ചോളാം എന്നൊരു ലെവലിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ എത്തിയതിനു ശേഷം നമുക്കറിയാം 2006 ശേഷം ഒരു LDF സ്ഥാനാർത്ഥി ഇതുവരെ അവിടെ മത്സരിച്ചിട്ടില്ല. അപ്പൊ അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് സ്വരാജാണ്. അപ്പൊ LDF-ന് അത്രത്തോളം വോട്ട് വീതങ്ങൾ അവിടെ ഇല്ല, അത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു മുസ്ലിം മെജോറിറ്റി മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ PV അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം അവിടുത്തെ MLA ആയതുകൊണ്ട് അവിടെ ഒരു അപ്പർ ക്ലാസ് മുസ്ലിങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. പിന്നെ PV അൻവറിന് അവിടെ ചില പോക്കറ്റുകളുണ്ട് കൃത്യമായിട്ട്. അത് നമ്മൾ അവിടെ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. അവിടെ ചുങ്കത്തറ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അൻവറിന് കൃത്യമായിട്ട് അവിടെ പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകൾ കാരണം UDF-ലേക്ക് അധികാരം വരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ കുറച്ച് ബന്ധങ്ങളുണ്ട് എന്ന് കരുതി എല്ലാ ജനങ്ങളെയും അവിടെ വിലയ്ക്ക് വാങ്ങാനൊന്നും കഴിയില്ല. അവിടെ കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, LDF പാർട്ടി കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ നല്ലൊരു മത്സരത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ആ മത്സരത്തിന്റെ ഇടയ്ക്ക് ഇപ്പൊ ലഡുവിലെ ഒരു ചെറിയ മുന്തിരി പോലെ അൻവർ അവിടെ ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും പോകാൻ പോകുന്നത്. LDF-ഉം UDF-ഉമായിട്ട് അവിടെ ശക്തമായിട്ടുള്ള മത്സരം നടക്കും. അൻവർ അവിടെ ആരും അല്ലാതായി പോകും. അൻവർ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതായിരിക്കും ഇനി നമുക്ക് കാണാൻ പോകുന്നത്.